ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്രട്ടറിൻ്റെ സീല് മാറുന്നുണ്ട്. സീലും ഈ ബോട്ടും ഇതുവഴി നല്ലെണ്ണം ഓയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീലിന് ആകെ 18 രൂപയുള്ളൂ. പക്ഷേ എങ്കിൽ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് കംപ്ലീറ്റ് ഇറക്കണം. ശരി, കംപ്ലീറ്റ് ഇറക്കിയാൽ മാത്രമേ അതിൻ്റെ സെലക്ടർ സീല് മാറാൻ പറ്റുള്ളൂ. സെലക്ടറിൻ്റെ ഒരു ബോൾട്ട് ഇതിനകത്ത് ഉള്ളിലാണ് വരുന്നത്. 12 ബോൾട്ട് അഴിച്ചാൽ മാത്രം തന്നെ ഈ സെലക്ടർ പുറത്തെടുത്ത് നമുക്ക് ആ സീല് അകത്ത് പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അൾട്ടോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്തുനിന്ന് തന്നെ മാറ്റാൻ കഴിയും, ഗിയർ ബോക്സ് ഇറക്കാതെ തന്നെ മാറ്റാൻ കഴിയും. പക്ഷേ 800-ന് നമുക്ക് സെലക്ടറിൻ്റെ സീല് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് അഴിച്ച് ഗിയർ ബോക്സ് അഴിച്ച് സെലക്ടർ പുറത്തെടുത്താൽ മാത്രമേ മാറാൻ കഴിയുള്ളൂ. സെലക്ടറിൻ്റെ സ്റ്റോപ്പർ ബോൾട്ട് ഇരിക്കുന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഗിയർ ബോക്സ് ഇറക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. നമുക്ക് ഈ സെലക്ടറിൻ്റെ ഓയിൽ സീൽ മാറാനായിട്ട് ആദ്യം തന്നെ ഗിയർ ബോക്സ് അഴിച്ച് പുറത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ നമ്മൾ സെലക്ടറിൻ്റെ ഒരു ക്വാർട്ടർ പിൻ ലോക്ക് വരും ഉള്ളിൽ. അപ്പോൾ അത് അഴിച്ചെടുക്കാം. അത് അഴിച്ചാലേ നമുക്ക് പുറത്ത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അഴിക്കാനായിട്ട് നമുക്ക് ഈ ഗിയർ ബോക്സിലൊരു കപ്പ് വരുന്നുണ്ട്. ആ കപ്പ് അഴിച്ചെടുക്കുക. അതിൽ ചുറ്റും ഒരു 10-ൻ്റെ ഒരു 5 ബോൾട്ട് വരുന്നുണ്ട്. ആ ബോൾട്ട് അഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് തട്ടി ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ ചെറിയൊരു ഡാമേജ് ആകാത്തൊരു ടൂൾ വെച്ചിട്ട് തട്ടി അങ്ങ് പുറത്തെടുത്താൽ മതി. ഈസി ആയിട്ട് വരും. അത് ഒരു ഓറിങ് ടൈറ്റിലാണ് നിൽക്കുന്നത്. ഓറിങ്ങും അതിലൊരു ചെറിയൊരു പേസ്റ്റും ഉണ്ടാവും, അതിൻ്റെ ടൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വലിച്ച് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗിയർ സെലക്ടർ ഫോർക്കും ആ ഫോർക്കിലായിരിക്കും ഇത് ആ പിന്ന് ഇട്ട് വെച്ചിരിക്കുന്നത്. അത് ലോക്ക് അഴിച്ചെടുക്കണം. നമുക്ക് ലോക്ക് അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആ ലോക്ക് അഴിഞ്ഞ് ഉള്ളിൽ പോകാൻ സാധ്യത കൂടുതലാണ് തട്ടുമ്പോഴേ. അപ്പോൾ ആ ഗ്യാപ്പിനകത്ത് ഇത്തിരി എന്തെങ്കിലും വേസ്റ്റോ അല്ല എന്തെങ്കിലും വെച്ച് ഫുള്ള് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം തട്ടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഗിയർ ബോക്സ് കംപ്ലീറ്റും പീസാക്കേണ്ടി വരും. എന്നാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് വിടാനും പറ്റില്ല. അങ്ങനെ പയ്യെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു പിന്നെ എന്തെങ്കിലും വെച്ച് തട്ടിയാൽ മതി. പയ്യെ തട്ടിയാൽ തന്നെ അത് പുറത്ത് ചാടും. അപ്പോൾ താഴെ വീഴാതെ ഉള്ളിൽ വീഴാതെ മാക്സിമം നോക്കണം അത്. എന്നിട്ട് അത് പയ്യെ എടുത്തതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ബോൾട്ട് വരുന്നുണ്ട് 13. അതൊന്ന് അഴിച്ചിട്ട് എടുക്കുക. അതിൽ ഒരു സ്പ്രിങ്ങും ഒരു ബോളുമാണ് അതിനകത്ത് വരുന്നത്. ഇതാണ് നമ്മളിപ്പോൾ അഴിച്ചെടുത്ത ലോക്ക് എന്ന് പറയുന്നത്. അത് അഴിച്ച് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഈ 13-ൻ്റെ അഴിച്ച് പുറത്തെടുക്കുക. അത് അഴിക്കുമ്പോൾ അതിലൊരു വാഷർ ഉണ്ടാവും, അലുമിനിയം വാഷർ, ഓയിൽ ലീക്ക് വരാതിരിക്കാനുള്ള അലുമിനിയം വാഷർ. അതുപോലെ തന്നെ ഉള്ളിലൊരു സ്പ്രിങ്ങും അതുപോലെ ഒരു ബോളും ഉണ്ടാവും മെറ്റലിൻ്റെ. അത് അഴിക്കുമ്പോൾ ചാടി പോകാതെ നോക്കുക. പുറത്ത് പോയി കഴിഞ്ഞാലും കിട്ടാനും ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഗിയർ ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമഴ്ത്തിയാൽ മതി. കമഴ്ത്തി കഴിഞ്ഞാൽ അത് ഈസിയായിട്ട് പുറത്ത് ചാടും. അതാണ് നമ്മൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ ഗിയർ 1, 2 എന്ന് പറയുമ്പോൾ ആ സ്റ്റക്കായി നിൽക്കുന്നത്. അങ്ങനെ പയ്യെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രിങ്ങും ബോളും പുറത്ത് ചാടും. ഇതാണ് ആ ബോൾ വരുന്നത്. സെലക്ട് ചെയ്യുന്ന ആ ഗ്രൂവിലേക്ക് കയറി നിൽക്കുന്ന ബോളാണ് കേട്ടോ ഇത്. ആ സ്പ്രിങ് ലോഡിൽ നിൽക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ ബോൾട്ട്, പിന്നെ ഒരു ചെറിയൊരു അലുമിനിയം വാഷർ ഉണ്ടാകും. ആ കയറ്റുമ്പോൾ വാഷർ ഇടാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് അത് വലിച്ചാൽ പുറത്ത് വരും ഷാഫ്റ്റ്. അപ്പോൾ ഷാഫ്റ്റ് എപ്പോഴും നമ്മൾ അഴിച്ച ഉടനെ അതിൻ്റെ ഡാമേജ് എന്തെങ്കിലും ഉണ്ടാകും നോക്കണം. ഷാഫ്റ്റിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഈ ഗിയർ ബോക്സ് നമ്മൾ ഓടിക്കുമ്പോൾ അടിയിലൊക്കെ മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീലുണ്ടല്ലോ, സീല് ഒരു റബ്ബറിൻ്റെ സീലും വരും, അതുപോലെ അതിൻ്റെ മെറ്റൽ കണ്ടൻറ്റും വരുന്നുണ്ട്. ചിലപ്പോൾ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷാഫ്റ്റിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ സീൽ അഴിക്കുന്ന സീല് അടിയിൽ നിന്ന് തട്ടും. ചിലപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും തട്ടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോഴൊക്കെ ഈ ഷാഫ്റ്റിന് ബെൻഡ് ആവാനോ അല്ലെങ്കിൽ ഡാമേജ് ആവാനോ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഓയിൽ സീൽ വരുന്നത്. ചെറിയ വിലയുള്ളൂ, 18 രൂപ വിലയുള്ളൂ ഇതിന്. അപ്പോൾ ആ സീലും നമുക്ക് ആ ബൂട്ടും മാറ്റിവിടാം. അപ്പോൾ ഷാഫ്റ്റ് നോക്കുക, ഷാഫ്റ്റ് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, കറക്റ്റാണ്, പക്ക ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഷാഫ്റ്റ് തന്നെ ഇടാം. അപ്പോൾ സീല് പയ്യെ അടിച്ച് കയറ്റും. അത് അടിക്കുമ്പോഴും സൂക്ഷിക്കണം. ഇത് പേസ്റ്റൊന്നും വേണ്ട ആവശ്യമില്ല. അടിച്ചിട്ട് പയ്യെ ഒരു പ്ലാസ്റ്റിക് ഹാമറോ എന്തെങ്കിലും വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. മെറ്റൽ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡാമേജ് ആകും. പയ്യെ അടിച്ച് കയറ്റിയാൽ മതി.
അടിച്ച് കറക്റ്റായി കയറ്റിയതിന് ശേഷം ഇത് അടിച്ച് കയറ്റുമ്പോൾ ബെൻഡായിട്ട് അടിച്ച് കയറ്റാനും പറ്റില്ല കേട്ടോ. കറക്റ്റ് പൊസിഷനിൽ വേണം കയറ്റാനായിട്ട്. ബെൻഡായിട്ട് അടിച്ച് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ടൈറ്റും വരും ബെൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ കറക്റ്റ് ലെവലിൽ അടിച്ച് കയറ്റിയതിന് ശേഷം ആ ഷാഫ്റ്റ് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് പൊസിഷനിൽ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ആ ഒരു പൊസിഷനിൽ കയറുള്ളൂ, മറ്റേ ആ ബോൾ വരുന്ന പൊസിഷനിൽ കയറ്റിയാൽ മതി. അത് കയറ്റിയതിന് ശേഷം മറ്റേ സെലക്ടർ കാർഡിൻ്റെ ഫോർക്ക് എടുത്ത് അതിൽ കറക്റ്റ് ഗ്രൂവിൽ ഏതാണെന്നുള്ളത് വെച്ച് നോക്കിയിട്ട് അത് കയറ്റുക. അതിന് ശേഷം അതിൻ്റെ പിന്ന് കറക്റ്റായിട്ട് അടിച്ച് കയറ്റുക. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ സൂക്ഷിക്കണം, അത് അകത്ത് പോകാതെ സൂക്ഷിക്കണം. അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പീസാകും. ചെറിയൊരു കാര്യത്തിന് നമുക്ക് പിന്നെ വലിയ പണിയെടുക്കേണ്ടി വരും. പയ്യെ കറക്റ്റ് ഹോളിൽ വെച്ചതിന് ശേഷം ആ പിന്ന് വെച്ചിട്ട് പയ്യെ ഒന്ന് തട്ടി കൊടുത്താൽ മതി, അകത്ത് കയറി പൊക്കോളും. ചെറുതായിട്ടൊന്ന് തട്ടി ഉള്ളിലേക്ക് കയറ്റാൻ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് കയറ്റാനുള്ളത് സ്പ്രിങ്ങും ബോളും നെട്ടും കയറ്റണം. അത് നെറ്റ് കയറ്റുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയണം, ആ വാഷർ ഇടാൻ മറക്കരുത്, ലീക്ക് വരും. ഇത് കയറ്റുമ്പോൾ കമഴ്ത്തി വെച്ചിട്ട് കയറ്റുന്നതായിരിക്കും നല്ലത്. ഇത്തിരി പൊക്കി വെച്ചിട്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വീഴും. ഇല്ലാതെ നമ്മൾ സൈഡ് വെച്ച് കയറ്റുമ്പോൾ താഴത്തേക്ക് ഉരുണ്ട് വരുള്ളൂ. അപ്പം ഈ പൊസിഷനിൽ വെച്ചിട്ട് ആ ബോളും സ്പ്രിങ്ങും ഇടുക. അതിനകത്ത് ആദ്യം ബോൾ ഇടുക, പിന്നെ സ്പ്രിങ് ഇടുക. കറക്റ്റായി ഗ്രൂവിലെ വന്ന് കിടക്കുള്ളത്. നമ്മൾ ഈ പിന്നടിച്ചത് കൊണ്ട് അങ്ങോട്ടും മാങ്ങിയത്. ആ സ്പ്രിങ് വിട്ടതിന് ശേഷം ആ നെറ്റ് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. അലുമിനിയം വാഷർ ഉള്ളതുകൊണ്ട് പേസ്റ്റോ കാര്യങ്ങളോ ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ വെച്ച് കയറ്റിയാൽ മതി. നമ്മളിതിൻ്റെ ക്ലച്ചും എല്ലാം മാറുന്നുണ്ട്. ക്ലച്ച് മാറുന്നുണ്ട്, അതുപോലെ ക്രാങ്ക് കേസ് മാറുന്നുണ്ട്, റിലീസ് ബെയറിങ്, ടൈമിംഗ് ബെൽറ്റ്, അങ്ങനെ ഒരുപാട് പണിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ക്രാങ്ക് കേസ് മാറുന്നതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി എൻജിൻ പുറത്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും. അത് നമുക്ക് കുറച്ചുകൂടി ഈസിയാകും. ടൈം ബെൽറ്റ് മാറാനും എല്ലാത്തിനും ഈസിയാകും. ഓരോന്നിനും ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ ബൂട്ടൊന്ന് കറക്റ്റായിട്ട് പൊസിഷനിലിടുക, അല്ലെങ്കിൽ ഡസ്റ്റ് കയറിയിട്ട് അത് ക്രാക്കാകാനും സ്ക്രാച്ച് ആവാനും ചാൻസ് കൂടുതലാണ്. ബൂട്ട് എപ്പോഴും കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇട്ടാന്നുള്ളത് നോക്കുക. അതിലൊരു മറ്റേ സീലിലൊരു മെറ്റലിൻ്റെ ഒരു ലോക്കുമാരി വരുന്നുണ്ട്, ഒരു തള്ളി നിൽക്കുന്നുണ്ട്. അതിലേക്ക് കറക്റ്റ് വലിച്ചിട്ടാൽ മതി, കറക്റ്റ് വീണുള്ളത്. പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എവിടേക്കും ഇളകില്ല, കറക്റ്റായിട്ട് നിന്നോളൂ. ഇതിൻ്റെ വേറെ ഓയിൽ ലീക്കൊന്നും ഇല്ല ഗിയർ ബോക്സിൽ. ഇപ്പോൾ ഇൻപുട്ട് ഷാഫ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ആക്സിൽ ഓയിൽ സീലോ അതൊന്നും ലീക്കില്ലാത്തതുകൊണ്ട് അതൊന്നും മാറുന്നില്ല. ചെറിയ നോക്കണം അഴിച്ചു കഴിഞ്ഞാൽ മറ്റേ ചെറിയൊരു നനവോ ഇൻസിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ഷാഫ്റ്റും ഇപ്പം എല്ലാം കയറ്റി കഴിഞ്ഞു. സെലക്ടർ റോഡ് കയറ്റി, അതിൻ്റെ ലോക്ക് ഇട്ടു, അതുപോലെ സ്പ്രിങ്ങും കാര്യങ്ങളും ബോളൊക്കെ കറക്റ്റായി ഇട്ടു. ഇനി അടുത്ത് നമുക്ക് ആദ്യം അയച്ച കവറൊന്ന് കറക്റ്റ് കയറ്റുക. കവർ കയറ്റുമ്പോൾ ഒരു പൊസിഷനിലേക്ക് കയറുള്ളത് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ഫോർക്ക് വരുന്ന ആ ഗ്രൂവ് ആ ഹോളിൽ കറക്റ്റായിട്ട് നിൽക്കും. ആ പൊസിഷനിലങ്ങ് കയറ്റിയാൽ മതി. അതുപോലെ തന്നെ ഇതിലൊരു ഓറിങ് വരുന്നുണ്ട്, ആ ഓറിങ്ങും മേടിക്കാൻ കിട്ടും. പക്ഷേ ഇതിൽ ഓറിങ് കുഴപ്പമില്ല, തിക്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടത് മാറുന്നില്ല. പേസ്റ്റ് മാത്രം നല്ലോണം വെച്ചിട്ട് അങ്ങനെ വെച്ച് കയറ്റാൻ. നമുക്ക് അങ്ങനെ വെച്ച് വണ്ടിയിൽ വെച്ചിട്ട് തന്നെ അഴിക്കാം. അഴിച്ചു കഴിഞ്ഞാൽ ഈ ബോൾ തെറിച്ചു പോകും, അതാണ് പ്രശ്നം. അഴിച്ചെടുക്കാൻ പറ്റും, വെച്ചുകൊണ്ട് ഒരു വലിച്ചു കഴിഞ്ഞാൽ ഷാഫ്റ്റൊക്കെ പുറത്ത് വരും. പക്ഷേ ആ ബോളും സ്പ്രിങ്ങും തെറിച്ചു പോകും. പിന്നെ നമുക്കത് ഇടാൻ ബുദ്ധിമുട്ടാണത്, ഇടാൻ കിട്ടില്ല. അത് എങ്ങനെ ശ്രമിച്ചാലും അത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗിയർ ബോക്സ് കംപ്ലീറ്റും ഈ ചെറിയൊരു പണിക്ക് നമ്മൾ ഗിയർ ബോക്സ് കംപ്ലീറ്റ് ഇറക്കുന്നത്. പിന്നെ അങ്ങനെ അഴിച്ചെടുത്തിട്ട് ഇടാൻ വേണ്ടി പിന്നെ ഇറക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ല ഫസ്റ്റ് തന്നെ അഴിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ ആ ഗ്രൂവിൽ ഫോർക്കിൻ്റെ ഗ്രൂവിൽ ഹോളിലേക്ക് കറക്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ 10ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ആ ബോൾട്ട് കറക്റ്റ് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി, സീല് മാറാനായിട്ട്. സീലിനും ആ ബൂട്ടിനൊക്കെ ചെറിയ വിലയുണ്ട്. പക്ഷേ ഗിയർ ബോക്സ് മാത്രമാണ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.